Hi dears, welcome back to my channel Creative World by Needu. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടാണ്. ഇതൊരു പഴയൊരു കേക്ക് ബോർഡാണ്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അതിലാണെങ്കിൽ വെൽക്കം എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. സാധാരണ പേന വെച്ചിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ മൗൾഡ് ക്ലേ ആണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഡോർ തൂക്കാനൊക്കെ ആയിട്ട് ഒരു വെൽക്കം ബോർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആ വെൽക്കം എന്ന് എഴുതിയതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫെവിക്കോൾ ആണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഇതുപോലെ ക്ലേ ആണെങ്കിൽ ഒന്ന് പരത്തി ഉരുട്ടിയൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു വള്ളി പോലെ നീളത്തിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മൾ എഴുതിയ ആ ലെറ്ററിൻ്റെ മുകളിലായിട്ട് ക്ലേ ആണെങ്കിൽ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് കത്തി കൊണ്ടാണെങ്കിൽ കട്ട് ചെയ്തെടുത്ത് ഓരോ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഓരോ ലെറ്റേഴ്സിന് വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ക്ലേ കൊണ്ട് ലെറ്റേഴ്സൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള പേപ്പറിലൊക്കെ നമുക്കാണെങ്കിൽ എഴുതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇതാണ് കുറച്ചുകൂടി കാണാനായിട്ട് നല്ല ഭംഗി. ക്ലേ കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും ലെറ്റേഴ്സൊക്കെ കാണാനായിട്ട്. നമുക്ക് പല ഷേപ്പിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ കഴിവിനനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്ലേ കൊണ്ട് നമുക്ക് വെൽക്കം എഴുതിയ വേർഡ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ ലീവ്സൊക്കെ വേണം. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ വരുന്നത് ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ടെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം എൻ്റെ ആണെങ്കിൽ ഫോണ്ടൻ കട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ ഇതേ ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലവറിന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ലീവ്സിൻ്റെ ആണെങ്കിൽ അവിടെ ഞാൻ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടിങ്സ് പറയത്തില്ല, ചെറിയ ചെറിയ വര ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻട്രലായിട്ടാണെങ്കിൽ ചെറിയൊരു ക്ലേ ആണെങ്കിൽ ഒരു ബോളിൻ്റെ ഷേപ്പിലെടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ആ കത്തി കൊണ്ട് തന്നെ ആണെങ്കിൽ ചെറിയ ചെറിയ കുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമ്മുടെ മഷി തീർന്ന പേന വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വെൽക്കത്തിൻ്റെ അടിയിലാണെങ്കിൽ ഒരു അണ്ടർലൈൻ പോലെ ആണെങ്കിൽ ക്ലേ കൊണ്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ക്ലേ എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുമ്പോൾ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇടയ്ക്കൊന്ന് തൂളി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫോണ്ടൻ കട്ടേഴ്സൊക്കെ വെച്ചിട്ട് ഞാൻ പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും നമുക്കാണെങ്കിൽ ഏതെങ്കിലും കാർഡ്ബോർഡിലൊക്കെ ഫ്ലവറിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് ഒന്നാണെങ്കിൽ ഏതെങ്കിലും പേനക്കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് കേക്ക് ബോർഡിലോട്ടാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലവറിന് നല്ല ഷേപ്പൊക്കെ ആക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ക്ലേ ആണെങ്കിൽ എക്സ്ട്രാ നിന്നൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ സെൻട്രലായിട്ടാണെങ്കിൽ ചെറിയൊരു ക്ലേയുടെ ബോൾ ഒട്ടിച്ച് കൊടുത്തിട്ടാണെങ്കിൽ അതിന് മുകളിലായിട്ട് കുറേ കുത്തു പോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഞാൻ വേറെയും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ലീവ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 സൈസിലുള്ള ലീവ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നാച്ചുറൽ ലീവ്സ് ആണെങ്കിൽ എടുത്തിട്ടാണെങ്കിൽ ക്ലേയിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ലീവ്സൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലീവ്സിന് മുകളിലായിട്ട് കത്തി കൊണ്ട് ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ലീവ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിലുള്ള അതുപോലെ തന്നെ നല്ല ഡിസൈനിലുള്ള ലീവ്സൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നാച്ചുറൽ ലീവ്സൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലേ ആർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ലീവ്സ് ചെയ്തെടുക്കുന്നത് ഓരോന്നായിട്ടാണെങ്കിൽ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് കേക്ക് ബോർഡിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു വള്ളിയൊക്കെ സൈഡിലായിട്ട് ബാക്കി വന്ന ക്ലേ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ചെറിയ ബോൾസായിട്ട് ക്ലേ എടുത്തിട്ടാണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് ക്ലേ ആർട്ട് ചെയ്യുന്ന ടൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ ചെറിയ പെറ്റൽസ് പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ആ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച വള്ളിയുടെ സൈഡുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലേ ഒക്കെ ഫുള്ള് ഷേപ്പ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തു. ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഈ കേക്ക് ബോർഡിൻ്റെ ബേസ് ആയിട്ടാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളർ ആണെങ്കിൽ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കളർ ചെയ്തെടുത്ത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെച്ച് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഫ്ലവേഴ്സിന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാനാണെങ്കിൽ ഒരു ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അതൊന്ന് ലൈറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അടുത്ത ഫ്ലവറിന് ഞാൻ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ബ്ലൂ കളർ ചെയ്തതുപോലെ തന്നെയാണെങ്കിൽ ആദ്യമാണെങ്കിൽ ഡാർക്ക് കളറാണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷമാണെങ്കിൽ കുറച്ച് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ലൈറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ചെറിയൊരു റെഡിഷ് പിങ്ക് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാനാണെങ്കിൽ ഡാർക്ക് യെല്ലോ വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടാണെങ്കിൽ ലീവ്സിനൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ആ കുട്ടി ഫ്ലവറിനാണെങ്കിൽ ഓറഞ്ച് കളർ വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. വെൽക്കം എഴുതിയിരിക്കുന്ന വേർഡിനാണെങ്കിൽ ഞാനാണെങ്കിൽ വൈറ്റ് കളർ തന്നെ വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ഫ്ലവറിനെയും സെൻട്രലായിട്ടാണെങ്കിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിന്റ് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു ചെറിയ പെറ്റൽസ് കൊണ്ടുള്ള ഫ്ലവേഴ്സിൽ അതിനാണെങ്കിൽ ഞാൻ പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. പിങ്ക് കളർ അടിച്ചു കൊടുത്തതിന് ശേഷം സെൻട്രലായിട്ടാണ് റെഡ് കളർ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു പിങ്ക് കളർ കാണാനായിട്ട് കുറച്ചുകൂടി ഒരു എടുപ്പ് വരുന്നുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗോൾഡൻ മാർക്കർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ വെൽക്കം എന്ന് എഴുതിയ വേർഡിന് മുകളിലായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ ലീവ്സിൻ്റെയും പെറ്റൽസിൻ്റെയൊക്കെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ആ ഒരു മാർക്കർ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. എൻ്റെ കുറച്ച് ആൻറ്റിക് ഗോൾഡൻ ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെൽക്കം ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമില്ല കാണാനായിട്ട്. അപ്പം നമ്മൾ കുറച്ചധികം ക്ലേ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അധികം നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഇതിനകത്ത് ഫിൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ക്ലേ കുറച്ച് പിശുക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ടാറ്റ ബൈ.